നമസ്കാരം, ഐറാസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അയോണ അർജുൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫാറ്റി ലിവറിനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലപ്പോഴും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടി ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ സ്കാൻ പറയുന്നു. അപ്പൊ സ്കാനിങ്ങിലൂടെയാണ് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കുന്നത് നമ്മുടെ കരളിൽ കൊഴുപ്പടിഞ്ഞിരിക്കുന്നു, ഫാറ്റി ലിവർ സ്റ്റേജ് 1 ആണ് 2 ആണെന്നൊക്കെ. അപ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പറയും, ഇതൊക്കെ നോർമൽ ഡയറ്റ് വീതം ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളൂ, അത്ര വലിയ കാര്യമാക്കേണ്ട എന്ന് പറയും. പിന്നെ നമ്മൾ ഡയറ്റ് നോക്കാറില്ല, ഒരു എക്സസൈസ് ചെയ്യാറില്ല. അങ്ങനെ പിന്നെ വർഷങ്ങൾ പോയി പിന്നീട് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് പിന്നെ ഇത് സ്റ്റേജ് 3 ആവുന്നു, പിന്നെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് ആവുന്നു. ഈ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് എന്ന് ഞാൻ വിശദീകരിക്കാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് അത് നമ്മുടെ ശരീരം തന്നെ ദഹിപ്പിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഊർജ്ജമായിട്ട് അത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരം തന്നെ യൂസ് ചെയ്യുന്നു. ഇത്തരത്തിൽ അമിതമായിട്ട് വരുന്ന കൊഴുപ്പിനെ നമ്മുടെ ശരീരം പല ഭാഗങ്ങളിലായിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. അതായത് ചില സമയത്ത് കൊഴുപ്പ് കരളിന്റെ സൈഡുകളിലായിട്ട് സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗത്ത് എവിടെയൊക്കെ സൂക്ഷിക്കുന്നു. പിന്നീട് ഊർജ്ജമായിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് അത് യൂസ്ഫുൾ ആക്കാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ശരീരം ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അമിതമായി വരുന്ന ഈ കൊഴുപ്പുകൾ മൂലം നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിലും കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ കരളിന്റെ കോശങ്ങൾ വഴി ഈ കൊഴുപ്പ് കരളിന്റെ അകത്തേക്ക് അടിയുന്നു. അങ്ങനെ ഫാറ്റി ലിവറായി കൺവേർട്ട് ആവുന്നു. ഈ കണ്ടീഷനെയാണ് നമ്മൾ വിളിക്കുന്നത് നോൺ ആൽക്കഹോളിക് ഹെപ്പാറ്റിക് സ്റ്റിയാറ്റോസിസ് എന്ന് പറയുന്നത്. വീണ്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മൂലം നമ്മുടെ കരളിന്റെ ആരോഗ്യം മോശമാകുന്നു. അങ്ങനെ സിറോസിസ് പോലും വരുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ ഫാറ്റി ലിവറിന് പ്രത്യേകിച്ചുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദനകളോ എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെ സിംറ്റംസോ ഒന്നും കണ്ടുവരാറില്ല. എങ്കിലും ചില ലക്ഷണങ്ങൾ ഇവയാണ്. കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ക്ഷീണം, അതുപോലെ തന്നെ ഓക്കാനം അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്നത്, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന റാഷസ്, പ്രത്യേകിച്ച് കണ്ണിന്റെ ചുറ്റും ഉണ്ടാവുന്ന കറുപ്പ് നിറം, നമ്മുടെ കവിളിലുണ്ടാവുന്ന റാഷസ്, നമ്മുടെ മുട്ടിലുണ്ടാവുന്ന ബ്ലാക്ക് കളറിലുള്ള ഡിസ്കളറേഷൻ പോലത്തെ റാഷസ്, ശരീരത്തിലെ പാടുകൾ അല്ലെങ്കിൽ ചതവ് പോലത്തെ പാടുകളോ അങ്ങനത്തെ എന്തെങ്കിലും പാടുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ കാണുവാണെങ്കിലും അത് ഫാറ്റി ലിവറിന്റെ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് കാണാം. ഇത്തരത്തിലുള്ളവർക്ക് ഏറ്റവും അനുഭവപ്പെടുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് വയറുവേദനയാണ്. വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് വേദന ഉണ്ടായിരിക്കും. അതുപോലെ അവർക്ക് ഉറക്കക്കുറവ് ഉണ്ടായിരിക്കും. രാത്രി സമയങ്ങളിൽ അവർ ഉറങ്ങാറേ കാണത്തില്ല. രാവിലെ ആകുമ്പോൾ അവർക്ക് നന്നായിട്ട് ഉറക്കം വരും. ആ ഒരു ഉറക്കം ഒരു 9 മണി 10 മണി വരെയൊക്കെ നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഫാറ്റി ലിവർ ഉണ്ടെന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത്, ഈ ഫാറ്റി ലിവർ ഉള്ളവർ അവരുടെ ആഹാര രീതിയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറച്ച് ആഹാരങ്ങളുണ്ട്. അവ നമ്മുടെ കരളിനെ ഡീടോക്സിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. മത്സ്യങ്ങളായ ചാള, ചൂര, അയല, നത്തോലി എന്നീ മത്സ്യങ്ങളിൽ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒലിവ് ഓയിലിൽ ആന്റി ഓക്സിഡന്റ്സും വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്ത് സാലഡ്സ് ആക്കിയിട്ട് അതിന് പുറമെ 1 സ്പൂൺ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. അത് കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അടുത്തതായി ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതായത് ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാബേജ് ഇവയെല്ലാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇത് കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തതായി ഹെൽത്തി ഫാറ്റ്സ്, ആന്റി ഓക്സിഡന്റ്സ്, ഫൈബേഴ്സ്, വൈറ്റമിൻ ഇ എന്നിവ അടങ്ങിയിരിക്കുന്ന നട്ട്സിൽ വളരെയധികം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നട്ട്സ് നിങ്ങളുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഗാർലിക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഗാർലിക് വളരെ നല്ലതാണ്. സീഡ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ സൺഫ്ലവർ സീഡ്, ചിയ സീഡ്, സെസം സീഡ് ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊരു അത്യാവശ്യ ഘടകം എന്ന് പറയുന്നത് ഇലക്കറികൾ ധാരാളമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. അതായത് നമ്മുടെ വീടിന് പരിസരത്തൊക്കെയുള്ള ചീരയില, തഴുതാമയില, പയറിന്റെ ഇല, മുരിങ്ങയില ഇവയെല്ലാം തോരനാക്കിയോ അല്ലെങ്കിൽ സാലഡ് രൂപത്തിലൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഫ്രൂട്ട്സ് നമ്മൾ നന്നായിട്ട് കഴിക്കണം. ജ്യൂസ് ആക്കി കഴിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് ഫ്രക്ടോസിന്റെ അളവ് കൂടുന്നതുകൊണ്ട് ജ്യൂസ് ഐറ്റംസ് വളരെ മോശമാണ്. പകരം നിങ്ങൾ ഫ്രഷ് ഫ്രൂട്ട് അതേ രീതിയിൽ തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആന്റി ഓക്സിഡന്റ്സ് അധികമായിട്ടുള്ള കാപ്പി, ചായ എന്നിവ കുടിക്കുന്നത് നല്ലതാണ് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതുപോലെ ബെറീസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നെല്ലിക്ക, ബ്ലൂബെറി എന്നിവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ്. അതുപോലെ എന്തെല്ലാം നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നതിനെ കുറിച്ച് കൂടി ഞാൻ പറയാം. ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത്, നമ്മുടെ ബേക്കറിയിൽ കിട്ടുന്ന ഈ കരിച്ചതും മുരിച്ചതുമായിട്ടുള്ള അത്തരത്തിലുള്ള ചിപ്സ് അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. ട്രാൻസ് ഫാറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് എല്ലാം നിങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രൂട്ട്സിന്റെ ജ്യൂസസ്, അങ്ങനത്തെ പല ജ്യൂസസ് ഒക്കെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
ഫ്രക്ടോസിന്റെ അളവ് കൂടുന്നതായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ജ്യൂസുകളൊക്കെ കഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. മറ്റ് ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ മൈദ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കണം. കാരണം ഇത് കരളിന്റെ ഇൻഫ്ലമേഷന് സഹായിക്കുന്നു. അത് നമ്മുടെ കരളിന് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് തരിക. അതുകൊണ്ട് മൈദ ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിരിക്കുന്ന മധുര പലഹാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അത് നമ്മുടെ കരളിന് വളരെയധികം മോശമായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് തരിക. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.